എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നേന്ത്രക്കായ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൈരും നേന്ത്രക്കായും ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. പച്ച നേന്ത്രക്കായാണ്. ഇതിന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്രോസിന് മുറിക്കാം. പിന്നീട് ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഈ കായ മൊത്തവും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് കറിക്ക് അരിയുന്നത് പോലെയും അവിയലിന് അരിയുന്ന പോലെയും ആ ഒരു നീളത്തിൽ വേണമെങ്കിലും ഇതേപോലെ അരിഞ്ഞെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നേന്ത്രക്കായ എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ കാ നോക്കി എടുക്കണം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഒരു കാ മുഴുവനായിട്ടും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് 2-3 തവണയൊന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേകാൻ വെച്ചതിന് ശേഷം നമുക്കൊരു കപ്പ് തൈര് വേണം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനൊന്ന് ഉടച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിനു വേണ്ടി എടുക്കാൻ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം വേകാൻ വെച്ചിരുന്ന കാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വെന്തോന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൊടുക്കേണ്ട ആവശ്യമില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരൊക്കെ ഒന്ന് ചൂടായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. ഈ ഒരു രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അറ്റം പിളർന്നെടുത്തതാണ്. അതൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത മുളക് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മുളക് ഇതേപോലെ നന്നായിട്ടൊന്ന് കളറ് മാറി വെളുത്ത കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 ചുവന്നുള്ളി ചതച്ചതും 3 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽമുളക് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളകിനെയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കായപ്പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആദ്യം നമുക്ക് മുളകൊന്ന് ഇട്ട് കൊടുക്കാം. മുളക് നല്ലതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കായും തൈരും ചേർത്തിട്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ താളിച്ച് കൊടുത്തതിൻ്റെയൊക്കെ മണമൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ. നേന്ത്രക്കായ കൊണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇനി സൈഡിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. ഈ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. കറി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മുളകും ചേർത്ത് ചോറ് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഈ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. കായയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് തൈരിൻ്റെ പുളിയൊക്കെ ഉള്ളിലേക്ക് മുളകിലും കായലുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, മുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ചോറിളക്കി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.